ഞാൻ നോക്കുമ്പോൾ ലച്ചു ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു എന്താ ലച്ചു കാണണമെന്ന് വെച്ചപ്പോൾ ലച്ചു പറഞ്ഞ അമ്മ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, ഞാനത് ചെയ്യാൻ വേണ്ടി പോവാന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് വെച്ചപ്പോൾ ഞാനൊരു പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാം. അപ്പം ഞാൻ എന്നാൽ ഒരു വീഡിയോ കൂടി എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അതിന് ലച്ചു മാസ്കിംഗ് ടേപ്പാണ് എടുത്തേക്കുന്നത്. ലച്ചുവിൻ്റെ കയ്യിൽ കമ്പി ഇല്ലാത്തതുകൊണ്ട് ലച്ചു ഈർക്കിലിയാണ് കേട്ടോ എടുത്തേക്കണത്. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ലീഫിൻ്റെ ഒരു ആകൃതിയിൽ അതൊന്ന് ഡ്രോ ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയാണ് കേട്ടോ ലച്ചു ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ ഇത് എന്താ ചെയ്യുന്നതെന്ന്. അതിനുശേഷം ലച്ചു എന്ത് ചെയ്തു, പെയിന്റ് മിക്സ് ചെയ്യാന്ന് പറഞ്ഞു. കുറച്ച് ആവശ്യമുള്ള പെയിന്റ്, യെല്ലോ അങ്ങനെ എന്തൊക്കെയോ 2-3 കളർ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ കളർ അവള് മിക്സ് ചെയ്തെടുത്തത്. എന്നിട്ട് ഓരോ ലീഫിനെ അവൾ ഇങ്ങനെ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നമുക്ക് ഉണങ്ങണം. അതിന്റെ ബാക്ക് വശം ഇതുപോലെ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതിനുശേഷം അവൾ വീണ്ടും ഒരു വൈറ്റ് പെയിന്റും ഗ്രീനും ഒക്കെ കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലുള്ള ഡിസൈൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്മഡ്ജാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ലച്ചുവിനോട് ചോദിച്ചു, ലച്ചു ഇത് സ്നേക്ക് പ്ലാന്റ് ആണോ എന്ന് എനിക്കൊരു സംശയം വന്നു. അങ്ങനെ ലച്ചുവിൻ്റെ കയ്യിൽ പോട്ടില്ലാത്തതുകൊണ്ട് ലച്ചു ഒരു പഴയ ഒരു ഐസ്ക്രീം പാത്രം എടുത്തിട്ട് അതെല്ലാം ഒന്ന് കളർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ക്ലേ എടുത്ത് ഇതെല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിവെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താ തോന്നണേ കമൻറ്റ് ചെയ്ത്. സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ ലച്ചു ഉണ്ടാക്കിയത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറച്ച് കല്ലും കൂടി ഇട്ട് റിയൽ ആക്കാൻ നോക്കി.